ഹായ് ഹലോ SSLC ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് പാർട്ടിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നോക്കേണ്ടത് പേജ് നമ്പർ 22 മെൻഡൽസ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചാണ് ഇനി പഠിക്കേണ്ടത്. Mendel initially conducted hybridization experiment by considering a single pair of contrasting trait. This is known as monohybrid cross. നമ്മുടെ മെൻഡൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുന്നിലുണ്ടായിരുന്ന പൈസം സറ്റൈവം അല്ലെങ്കിൽ തോട്ട പെയറിലാണ് ഹൈബ്രിഡൈസേഷൻ വർഗസങ്കരണം നടത്തിയത്. ആദ്യമായി ഇദ്ദേഹം ഒരു ജോഡി കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റിനെയാണ് കൺസിഡർ ചെയ്തത്. അതായത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെയാണ് ഇദ്ദേഹം പരീക്ഷണത്തിന് വേണ്ടിയിട്ട് പരിഗണിച്ചത്. ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് കൺസിഡറിങ് ദ ട്രെയ്റ്റ് ഓഫ് ഹൈറ്റ് ഈസ് ഡെപിക്റ്റഡ് ഇൻ ദ ഇലസ്ട്രേഷൻ 1.9. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ആ ഉയരം എന്ന ക്യാരക്ടറിനെ പരിഗണിച്ച് നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ചിത്രീകരണം നമുക്ക് പേജ് നമ്പർ 22 ഇതാണ് ഇപ്പം നമുക്ക് കാണുന്ന പേജ് നമ്പർ 22 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈബ്രിഡൈസേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ 2 പേരൻ്റൽ പ്ലാന്റുകൾ, 2 മാതൃസസ്യങ്ങളെ ആവശ്യമുണ്ട്. അപ്പം മുകളിൽ പറഞ്ഞിരുന്നു കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റുകളെയാണ് കൺസിഡർ ചെയ്തത്, വിപരീത ഗുണങ്ങളെയാണ് പരിഗണിച്ചത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു പേരൻ്റൽ പ്ലാന്റ് ടോളാണ്, ഒരെണ്ണം ഡാർഫാണ് അല്ലേ. ഒരെണ്ണം ഉയരം കൂടിയ ചെടിയും അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരെണ്ണം ഉയരം കുറഞ്ഞ ചെടിയുമാണ്. അപ്പോൾ ഈ ഉയരം കൂടിയ ചെടിയെയും ഉയരം കുറഞ്ഞ ചെടിയെയും ടോൾ ആൻഡ് ഡാർഫ് 2 പേരൻ്റൽ പ്ലാന്റിനെ ഹൈബ്രിഡൈസേഷന് വിധേയമാക്കി ഫസ്റ്റ് ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷൻ ഉള്ള ചെടികളുടെ ക്യാരക്ടർ നോക്കിയപ്പോൾ എല്ലാ ചെടികളും ടോളായിട്ടാണ് കാണപ്പെട്ടത്. അതായത് എല്ലാ ചെടികൾക്കും ഉയരമുള്ളതായി കാണപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ പടത്തിൽ കണ്ടാൽ അറിയാൻ പറ്റും, ചെടികളെല്ലാം അതായത് ഒന്നാമത്തെ തലമുറയിലുണ്ടായ ചെടികളെല്ലാം ഉയരം കൂടിയവ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സംശയം വന്നു, പേരൻ്റൽ പ്ലാന്റിന് 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ഒന്ന് ഉയരം കൂടിയതും ഒന്ന് ഉയരം കുറഞ്ഞതുമല്ലേ. പക്ഷേ എന്തുകൊണ്ട് ഒരു ക്യാരക്ടർ മാത്രം ഇവിടെ കണ്ടു, മറ്റേ ക്യാരക്ടർ എവിടെ പോയി? അതൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ജനറേഷനിലുള്ള ചെടികളെ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കി. കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽഫ് പോളിനേഷൻ എന്താണെന്നുള്ളത് അല്ലേ. പോളൻ ഗ്രെയിൻസ് അതേ പൂവിലേക്കോ അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിലേക്കോ പതിപ്പിക്കുന്നതിനെയാണ് സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ഉയരം കൂടിയ ചെടികളെ ഇദ്ദേഹം സെൽഫ് പോളിനേഷൻ സ്വപരാഗണത്തിന് വിധേയമാക്കിയപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ കണ്ടത് ഒന്നാമത്തെ ജനറേഷനിൽ ഒളിച്ചിരുന്ന ഡാർഫ്നെസ് അല്ലെങ്കിൽ ഉയരക്കുറവ് രണ്ടാമത്തെ ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്ത് കണ്ടു എന്നുള്ളതാണ്. അവിടെ നോക്കിക്കേ, F2 ജനറേഷനിൽ 1064 പ്ലാന്റ്സ് കിട്ടിയപ്പോൾ 787 എണ്ണവും ഡോളായിരുന്നു. പക്ഷേ 277 എണ്ണം ഡോർഫ് ഉയരം കുറഞ്ഞ ചെടികൾ കിട്ടി. ഏകദേശം റേഷ്യോ എന്ന് പറയുന്നത് 3:1 കിട്ടും അല്ലേ. അപ്പോൾ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മോണോ ഹൈബ്രിഡ് ക്രോസ്, മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ 3:1 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീനോടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പുറത്തേക്ക് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു വേർഡ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3:1. അതായത് 4 ചെടികളെ എടുത്താൽ അതിൽ 3 എണ്ണവും ഉയരം കൂടിയതായിരിക്കും, ഒരെണ്ണം ഉയരം കുറഞ്ഞതായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസ് നമ്മൾ കണ്ടു. എന്താണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാനുള്ള കാര്യം എന്താ? അദ്ദേഹം ആകെ ഒരു ജോഡി ക്യാരക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലേ. ഒരു ജോഡി കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റുകളെ എടുത്താണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഇതാണ് മെൻഡലിൻ്റെ മോണോഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ആ ഒരു ടേബിൾ നോക്കിക്കേ. He hypothesized that there must be certain factors within the seed that control traits. അതായത് ഈ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ സീഡിനുള്ളിലുണ്ട് അല്ലെങ്കിൽ വിത്തിനുള്ളിലുണ്ട് എന്ന് അദ്ദേഹം ഊഹിച്ചെടുത്തു. ടു ഫൗണ്ട് ഔട്ട് വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡാർഫിനെസ്, he self-pollinated the plants obtained in the first generation to produce the second generation of plants അല്ലേ. അപ്പോൾ ഉയരക്കുറവ് എന്ന ആ ഒരു ട്രെയ്റ്റിന് കാരണമായ ഘടകത്തിന് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, കാരണം ആദ്യം അത് എക്സ്പ്രസ് ചെയ്ത് കണ്ടില്ലല്ലോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? F1 ജനറേഷനിൽ ലഭിച്ച ചെടികളെ
സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണത്തിന് വിധേയമാക്കിയിട്ടാണ് ഇദ്ദേഹം അടുത്ത തലമുറയെ, രണ്ടാം തലമുറയെ, F2 ജനറേഷനെ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചെടുത്തത്. അപ്പോൾ F2 ജനറേഷനിൽ നമുക്ക് കിട്ടി. ഫസ്റ്റ് ജനറേഷനിൽ ഒളിച്ചിരുന്ന ഡാർഫ്നെസ് എന്ന് പറയുന്ന ക്യാരക്ടർ F2 ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ 2-3 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കിക്കേ. എന്താണ് ആ ഇൻഡിക്കേറ്ററിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഫസ്റ്റ് വൺ, ദ ക്യാരക്ടേഴ്സ് കൺസിഡേർഡ് ആൻഡ് ദെയർ ട്രേറ്റ്. അതായത് അവിടെ പരിഗണിച്ച സ്വഭാവവും അവയുടെ ഗുണങ്ങളും എന്തൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്, ഒരു ക്യാരക്ടറാണ് എടുത്തത്. ഏത് ക്യാരക്ടറാണ് അവിടെ പരിഗണിച്ചത്? ഏതാണ്? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ്, അല്ലേ? ചെടിയുടെ ഹൈറ്റാണ് അവിടെ പരിഗണിച്ചത്. ഇനി അവരുടെ 2 ട്രേറ്റുകൾ ഏതൊക്കെ, ഗുണങ്ങൾ ഏതൊക്കെയായിരുന്നു? ടോൾ ആൻഡ് ഡാർഫ്. അവിടെ തെറ്റിപ്പോകരുത്. ക്യാരക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് എന്ന് പറയണം. അവരുടെ ട്രേറ്റുകൾ ചോദിച്ചാൽ പറയേണ്ടത് ഏതാണ്? ടോൾ ആൻഡ് ഡോർഫ്. രണ്ടാമത്തേത്, ഡോമിനൻ്റ് ആൻഡ് റെസസീവ് ട്രേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ. ഒന്നാം തലമുറയിലെ ഡോമിനൻറ്റും റെസസീവും ആരായിരുന്നു? ട്രേറ്റ് ഏതായിരുന്നു? അതായത് ഒന്നാം തലമുറയിൽ ഡോമിനൻ്റ് എന്ന് വെച്ചാൽ പ്രകടിപ്പിച്ചത്, റെസസീവ് എന്ന് വെച്ചാൽ ഹിഡൻ, മറഞ്ഞിരുന്ന ഗുണം ഏതായിരുന്നു? ഫസ്റ്റ് ജനറേഷനിൽ ഏതായിരുന്നു ഡോമിനൻ്റ്? ആരായിരുന്നു? ടോൾ, അല്ലേ? കാണിച്ചത് ഏതാണ്? ടോൾ, ഉയരക്കൂടുതലല്ലേ? അപ്പോൾ റെസസീവ് ആരാണ്? ഒളിഞ്ഞിരുന്ന ഗുണം ആരാണ്? ഡാർഫ്, അല്ലെങ്കിൽ ഉയരക്കുറവ്. മൂന്നാമത്തേത്, ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് പോളിനേഷൻ. അവിടെ എന്താണ്? സ്വപരാഗണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനായിരുന്നു സെൽഫ് പോളിനേഷൻ നടത്തിയത്? ഉദ്ദേശം എന്തായിരുന്നു? ടു നോ അബൌട്ട് ദി റെസസീവ് ട്രേറ്റ്. സത്യമല്ലേ? ഡാർഫ്നെസ് എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് സെൽഫ് പോളിനേഷൻ നടത്തിയത്. അപ്പോൾ അവിടെയും ക്രോസ് പോളിനേഷൻ നടത്തി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ചെടിയുടെ ഗുണങ്ങൾ ഇവിടെ കാണിക്കും. അപ്പം നമുക്കതല്ല വേണ്ടത്. ഓൾറെഡി നമ്മൾ എടുത്തിരിക്കുന്ന പേരൻ്റൽ പ്ലാന്റിൻ്റെ ക്യാരക്ടർ എവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സെൽഫ് പോളിനേഷൻ തിരഞ്ഞെടുത്തത്. അടുത്തത്, ട്രേറ്റ് ഇൻ ദി സെക്കൻഡ് ജനറേഷൻ. രണ്ടാമത്തെ ജനറേഷൻ, അതായത് F2 ജനറേഷനിലെ ട്രേറ്റ് ഏതൊക്കെയാണ്? ടോളും ഡോർഫും. അപ്പം ഇൻഡിക്കേറ്റേഴ്സ് കണ്ടല്ലോ. അപ്പോൾ ഇനി താഴേക്ക് നോക്കുക. While conducting the hybridization experiment based on the contrasting trait of 6 other characteristics in pea plant, Mendel obtained a result similar to the first experiment. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് എടുത്ത് ചെയ്ത എക്സ്പെരിമെൻ്റ് അല്ലേ നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ 6 സ്വഭാവങ്ങളുടെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്, വിപരീത ഗുണങ്ങളെ അടിസ്ഥാനമാക്കി ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോഴും ഇപ്പോൾ മുകളിൽ കണ്ട 3:1 സമാനമായ റിസൾട്ടാണ് ആർക്ക് ലഭിച്ചത്? മെൻഡലിന് ലഭിച്ചത്. Factors. Gregor Mendel hypothesized that characteristics from parents are passed on to the offspring through certain factors that are transmitted through gametes. അപ്പം മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ ഓസ്പ്രിങ്സിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് എന്തിലൂടെയാണ്? ഗ്യാമീറ്റുകൾ വഴിയാണ്, അല്ലെങ്കിൽ ലിംഗകോശങ്ങൾ വഴിയാണ്. ഗ്യാമീറ്റുകൾ ആരാണെന്നറിയാം. മെയിൽ ഗ്യാമീറ്റ് സ്പേമാണ്, ഫീമെയിൽ ഗ്യാമീറ്റ് എഗ്ഗ് അഥവാ ഓവമാണ്. It was only after Mendel's period that these factors were discovered to be genes that are located in chromosome in the nucleus. പക്ഷേ ഇത് ഫാക്ടേഴ്സ് ആണെന്നേ അറിയുള്ളൂ. പക്ഷേ ഈ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഘടകങ്ങൾ മർമ്മത്തിനുള്ളിലെ, ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമിൽ കാണപ്പെടുന്ന ജീനുകളാണ് എന്ന് കണ്ടെത്തിയത് എപ്പോഴാണ്? മെൻഡലിൻ്റെയൊക്കെ കാലത്തിന് ശേഷമാണ്. മെൻഡലിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫാക്ടേഴ്സ് ജീനുകളാണ് എന്ന് കണ്ടെത്തിയത്. അപ്പോൾ എവിടെയാണ് ജീനുകൾ ഇരിക്കുന്നത്? ലൊക്കേറ്റഡ് ഇൻ ദി ക്രോമസോം ഇൻ ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിലെ ക്രോമസോമിൽ. എ ജീൻ ദാറ്റ് ഡിറ്റർമൈൻസ് എ ക്യാരക്ടേഴ്സ് ക്യാൻ ഹാവ് ഡിഫറൻറ്റ് ഫോം. അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും, അല്ലേ? ദീസ് ഡിഫറൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് ആർ കോൾഡ് അലീൽസ്. അപ്പം ഈ ഒരു ജീനിൻ്റെ വ്യത്യസ്ത ഫോമുകളെ അല്ലെങ്കിൽ വ്യത്യസ്ത തരങ്ങളെ വിളിക്കുന്ന പേരാണ് അലീലുകൾ. എന്താ വിളിക്കുന്നത്? അലീലുകളെന്ന് വിളിക്കും. ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് ആർ കോൾഡ് അലീൽസ്. എ ജീൻ യൂഷ്വലി ഹാവ് 2 അലീൽസ്. സാധാരണ ഒരു ജീനിന് എത്ര അലീലുകൾ ഉണ്ടാകും? 2 അലീലുകൾ. സാധാരണ 2 അലീലുകളാണ് ഉണ്ടാവുക. ദ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഷോൺ ഇൻ ഇലിസ്ട്രേഷൻ 1.9. 1.9 എവിടെ കിടക്കുന്നു? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതാണ് 1.9, അല്ലേ?
hybridization experiment shown in the illustration 1.9, the different alleles that determine the characters of height are represented by capital T and small t. അപ്പോൾ അവിടെ നമ്മൾ എടുത്ത ക്യാരക്ടർ ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നത് രണ്ട് അലീലുകൾ ഉണ്ടാകും. ഏതൊക്കെയാണ്? ഒന്ന് ക്യാപിറ്റൽ ടിയും ഒന്ന് സ്മോൾ ടിയും. ദ അലീൽ ക്യാപിറ്റൽ ടി റെപ്രസെൻറ്റ് ടോൾ ആൻഡ് ദ അലീൽ സ്മോൾ ടി റെപ്രസെൻറ്റ് ഡാർഫ്. അപ്പോൾ അല്ലേ, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അലീൽ ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ടോൾനെസ്സിനെ, ഉയരക്കൂടുതലിനെ കാണിക്കുമ്പോൾ സ്മോൾ ടി എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡാർഫ്നെസ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസംസ് ആർ കോൾഡ് ഫീനോടൈപ്പ് ആൻഡ് ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആർ കോൾഡ് ജീനോടൈപ്പ്. രണ്ട് പുതിയ വാക്കുകളാണ്, ഫീനോടൈപ്പും ജീനോടൈപ്പും. എന്താണ് ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ? ഒരു ജീവിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രകടമാകുന്ന രൂപത്തെ നമുക്ക് ഫീനോടൈപ്പ് എന്ന് പറയാം. അപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ, നീളം കൂടിയതാണോ, നീളം കുറഞ്ഞതാണോ, റൗണ്ട് ആണോ, റിങ്കിൾഡ് ആണോ, വൈറ്റ് ആണോ, അല്ലെങ്കിൽ പർപ്പിൾ ആണോ, നമുക്ക് കാഴ്ചയിലൂടെ കണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജീനോടൈപ്പ്? ഈ ഫീനോടൈപ്പിന് കാരണമായ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, ജനിതക ഘടനയില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ജീനോടൈപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോളം കണ്ടല്ലോ. അവിടെ റൈറ്റ് സൈഡിൽ ഒരു ചോദ്യം കിടപ്പുണ്ട്. ഈസ് ഡോമിനൻ്റ് ക്യാരക്ടർ ഓൾവേസ് എ ഫീനോടൈപ്പ്? ശരിയാണ്, ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് എപ്പോഴും ഫീനോടൈപ്പായിട്ട് കാണിക്കുന്നത്. ഇനി അതിന് താഴെ സെൽഫ് പോളിനേഷൻ, നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിനെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ജീനോടൈപ്പ് ഉൾപ്പെടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്തായിരുന്നു? പേരൻ്റൽ പ്ലാന്റ് ആയിട്ട് എടുത്തത് ഒരു ടോൾ പ്ലാന്റും ഒരു ഡാർഫ് പ്ലാന്റും അല്ലേ. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു ടോൾനെസ്സിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നത് രണ്ട് അലീലുകളാണെന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ടോൾ അല്ലെങ്കിൽ ഉയരം കൂടിയത് എന്ന് കാണിക്കുന്നത് രണ്ട് അലീലുകൾ. ഏതാണ്? ക്യാപിറ്റൽ ടി ആണ്. ക്യാപിറ്റൽ ടി ആണ്. ഡാർഫ്നെസ്സിനെ സൂചിപ്പിക്കുന്നതോ സ്മോൾ ടി ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ടോളിൽ നിന്ന് ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി അല്ലേ അവിടെ കിട്ടാനുള്ളൂ, കാരണം രണ്ടും ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നത് ആരായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും. ഇനി ഡാർഫ്നെസ്സിനെ കാണിക്കുന്ന സ്മോൾ ടി എടുത്താൽ അവിടെ കിട്ടുന്നത് സ്മോൾ ടിയെ കിട്ടാനുള്ളൂ. ഇവർ രണ്ടുപേരുടെ കൂടി ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, ടാൾ പ്ലാന്റിനെയാണ് നമുക്ക് കിട്ടുക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും, രണ്ട് ക്യാപിറ്റൽ വന്നപ്പോൾ ഉയരം കൂടുതൽ, രണ്ട് സ്മോൾ ടി വന്നപ്പോൾ ഉയരം കുറവ്. അപ്പോൾ ഒരു ക്യാപിറ്റലും സ്മോളും വന്നാൽ ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ അല്ലേ, മീഡിയം ഹൈറ്റ് അല്ലേ കിട്ടേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവിടെ മീഡിയം ഹൈറ്റ് അല്ല കിട്ടുന്നത്, അവിടെ ടോൾ പ്ലാന്റ് തന്നെയാണ്, ഉയരം കൂടിയ പ്ലാന്റിനെ തന്നെയാണ് അവിടെ ലഭിക്കുക. എന്താണ് കാരണം എന്നറിയാമോ? ഈ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതായിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ അവിടെ സപ്രസ് ചെയ്തിരിക്കുകയുള്ളൂ, അതായത് അത് റെസസീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നതുകൊണ്ട്, ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ സ്വഭാവമായിരിക്കും അവിടെ പ്രകടമായിട്ട് കാണുക. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താ, അതേ സെയിം പ്ലാന്റിനെ എടുത്ത് നമ്മൾ സെൽഫ് പോളിനേഷന് വിധേയമാക്കുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള രണ്ട് പേരൻ്റൽ പ്ലാന്റുകളാണ് അവിടെ കിട്ടുന്നത്. അവിടെ ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടിയും കിട്ടും സ്മോൾ ടിയും കിട്ടും. ഇതുപോലെ തന്നെ ഇപ്പുറത്തും ക്യാപിറ്റൽ ടിയും കിട്ടും സ്മോൾ ടിയും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ക്രോസ് ചെയ്ത് പ്ലാന്റിനെ എഴുതി കഴിയുമ്പോൾ അവിടെ നമുക്ക് 3 എണ്ണവും ടോൾ പ്ലാന്റ് കിട്ടും, ഒരെണ്ണം മാത്രമായിരിക്കും അവിടെ ഡാർഫ് പ്ലാന്റിനെ കിട്ടുന്നത്. അപ്പോൾ ഇത് എഴുതി കാണിച്ചു തരാം. ഞാൻ ഒന്നുകൂടെ ക്രോസ് ചെയ്ത് വരച്ച് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പേജ് നമ്പർ 24 കിടക്കുന്ന മോണോ ഹൈബ്രിഡ് ക്രോസ് നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നടത്തുന്ന പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് ആണ്, അതായത് ചെടിയുടെ ഉയരം. അപ്പോൾ 2 പ്ലാന്റുകളെ മെൻഡൽ തിരഞ്ഞെടുത്തു. ഒന്ന് ഒരു നീളം കൂടിയ ചെടിയും ഒന്നൊരു നീളം കുറഞ്ഞ ചെടിയും, 2 പ്ലാന്റുകളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഈ പ്ലാന്റുകളുടെ ജീനോടൈപ്പ്, അതായത് ടോൾ പ്ലാന്റിനെ സൂചിപ്പിക്കുന്ന സിംബലുകൾ ഉപയോഗിച്ച് മെൻഡൽ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, മെൻഡൽ സിംബലുകൾ ഉപയോഗിച്ചു എക്സ്പ്രസ് ചെയ്തു എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ടോൾ പ്ലാന്റിനെ ക്യാപിറ്റൽ ടി ഉപയോഗിച്ചും ഡാർഫ് പ്ലാന്റിനെ സ്മോൾ ടി ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്തു. കഴിഞ്ഞ പേജിൽ, അതായത് 23-ാമത്തെ പേജിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നത് ഒരു ജീനുകളാണ്, ജീനുകളുടെ ഡിഫറെൻറ്റ് ഫോമുകളാണ് അലീലുകൾ. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഈ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ നിയന്ത്രിക്കുന്നത് ടി എന്നുള്ള ജീനാണെങ്കിൽ ഇതിന് ഡിഫറെൻറ്റ് ഫോമുകളുണ്ട്, ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും. ഇതാണ് അവരുടെ അലീലുകൾ.
അപ്പോൾ ഇവിടെ നോക്കിക്കേ, ടോൾ പ്ലാന്റിന് 2 അലീലുകളുണ്ട്, പക്ഷെ രണ്ടും ക്യാപിറ്റൽ ടി ആണ്. അതിനെ നമ്മൾ ഹോമോസൈഗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തിൽ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഡാർഫ് പ്ലാന്റ് സ്മോൾ ടി അലീലുകളുള്ള ഒരു ഡാർഫ് പ്ലാന്റ്. അപ്പോൾ ഈ പേരൻ്റൽ പ്ലാന്റിൽ നിന്നും തീർച്ചയായിട്ടും ഗ്യാമീറ്റുകൾ ഉണ്ടാകണം. ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത തലമുറ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ക്യാപിറ്റൽ ടി ആണല്ലോ. എങ്ങനെ കിട്ടിയാലും ഗ്യാമീറ്റിൽ ക്യാപിറ്റൽ ടിയെ വരാൻ സാധ്യതയുള്ളൂ. ഇതാണെങ്കിലും ക്യാപിറ്റൽ ടി അല്ലേ ഇവിടുന്ന് കിട്ടാനുള്ളൂ, വേറെ ഒന്നും കിട്ടാനില്ല. അതുപോലെ തന്നെ ഡാർഫ് പേരൻറ്റിൽ നിന്ന് കിട്ടുന്നെങ്കിൽ ഗ്യാമീറ്റ് നമുക്ക് കിട്ടുന്നത് സ്മോൾ ടി ആയിരിക്കും. കാരണം ഇവിടെ 2 സ്മോൾ ടി ആണ്, സ്മോൾ ടിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം പകുതി ഒരു പേരൻറ്റിൽ നിന്നും ബാക്കി പകുതി ഒരു പേരൻറ്റിൽ നിന്നും അല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താൽ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ ഫ്യൂസ് ചെയ്താൽ കിട്ടുന്ന ചെടിയുടെ ജീനോടൈപ്പ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടെ ഫ്യൂസ് ചെയ്താൽ കിട്ടുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ? അപ്പോൾ ഇവിടെ ഈ ചെടി ഇതാണ് F1 ജനറേഷൻ, ഫസ്റ്റ് ഫീലിയർ ജനറേഷൻ എന്നാണ് പറയുന്നത്. ഇതാണ് F1 ജനറേഷൻ. അപ്പോൾ ഈ F1 ജനറേഷനിലെ ചെടിയുടെ ക്യാരക്ടർ എന്താണ് അതിൻ്റെ ഹൈറ്റ് എന്താണ്? അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും. ഇവിടെ 2 ക്യാപിറ്റൽ ടി വന്നപ്പോൾ അത് ടോളായിരുന്നല്ലോ, 2 സ്മോൾ ടി വന്നപ്പോൾ അത് ഡാർഫ് ആയിരുന്നല്ലോ. ഇനി ഒരു ക്യാപിറ്റലും സ്മോൾ ടിയും കൂടെ വന്നാൽ മീഡിയം ഹൈറ്റ് ആയിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇത് മീഡിയം ഹൈറ്റ് അല്ല, ഇവിടെ കിട്ടുന്നത് ടോൾ പ്ലാന്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ക്യാപിറ്റൽ ടി ഉള്ളിടത്തോളം കാലം ഇവിടെ ക്യാപിറ്റൽ ടി മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ക്യാപിറ്റൽ ടി എന്ന് പറയുമ്പോൾ ഉയരം കൂടുതൽ ഉള്ളതിനെ റെപ്രസെൻ്റ് ചെയ്തല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ടി ഉള്ളിടത്തോളം കാലം ക്യാപിറ്റൽ ടി എക്സ്പ്രസ് ചെയ്യും. സ്മോൾ ടി ആണെങ്കിൽ അവിടെ ഹിഡൻ ആയിട്ട് കിടക്കത്തേ ഉള്ളൂ, ഇയാൾ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പോൾ ഈ എക്സ്പ്രസ് ചെയ്ത ക്യാപിറ്റൽ ടിയെ നമുക്ക് ഡോമിനൻ്റ് എന്ന് പറയാം. എക്സ്പ്രസ് ചെയ്യാതെ ഹിഡനായിട്ട് കിടന്ന സ്മോൾ ടിയെ നമുക്ക് എന്ത് പറയാം? റെസസീവ് എന്ന് പറയാം. പ്രകടഗുണവും ഗുപ്തഗുണവും അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആണ്, സ്മോൾ ടി റെസസീവ് ആണ്. അപ്പോൾ അങ്ങനെ മെൻ്റലിന് ഒരു സംശയം തോന്നി, 2 ക്യാരക്ടറുള്ള 2 ട്രീറ്റുകളല്ലേ എടുത്തത്, ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത്. പക്ഷെ ഉണ്ടായ തലമുറയിൽ എന്ത് മാത്രമേ കണ്ടുള്ളൂ? ദാണ്ട് ഈ ഒരു പേരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രമേ കണ്ടുള്ളൂ. ഇയാളുടെ ക്യാരക്ടർ എവിടെ പോയി? അപ്പോൾ അതൊന്നും അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ F1 ജനറേഷനിലെ പ്ലാന്റുകളെ അദ്ദേഹം സെൽഫ് പോളിനേഷന് വിധേയമാക്കി. അപ്പം എന്തുകൊണ്ടാണ് സെൽഫ് പോളിനേഷന് വിധേയമാക്കിയത്? ഇവിടുന്ന് മറ്റൊരു പ്ലാന്റിനെ കൊണ്ടുവന്നാൽ അതിൻ്റെ ക്യാരക്ടർ കൂടെ മിക്സ് ചെയ്ത് പോകത്തില്ലേ? അപ്പം നമുക്കതല്ല വേണ്ടുന്നത്, നമ്മൾ എടുത്ത ഡാർഫ്നെസ് എന്ത് ചെയ്യുന്ന അറിയണം. അതുകൊണ്ടാണ് ഈ F1 ജനറേഷനിൽ കിട്ടിയ പ്ലാന്റിനെ നമ്മൾ എന്തിന് വിധേയമാക്കുന്നു? സെൽഫ് പോളിനേഷൻ നമ്മൾ വിധേയമാക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണല്ലോ ഇവിടുത്തെ ജീനോടൈപ്പ്. അപ്പോൾ സെൽഫ് പോളിനേഷൻ ആണ്. സെൽഫ് പോളിനേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒരേ ചെടിയിലെ പൂവിലോ അല്ലെങ്കിൽ ഒരേ പൂവിൽ തന്നെയോ ആകണം നമ്മൾ പോളിനേഷൻ നടത്തേണ്ടത്. അതിനകത്ത് മറ്റൊരു ചെടിയുടെ ആവശ്യമേ ഇല്ല, മറ്റൊരു ചെടിയെ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ ഉണ്ടാകുന്ന ഗ്യാമീറ്റുകൾ എങ്ങനെയായിരിക്കണം? ഇത് വ്യത്യസ്തമായ അലീലുകളല്ലേ. ചില ഗ്യാമീറ്റുകൾക്ക് ക്യാപിറ്റൽ ടി ഉണ്ടാകും, ചിലതാണെങ്കിൽ സ്മോൾ ടിയോ ആയിരിക്കും. വ്യത്യസ്തമല്ലേ? അടുത്തത് ഇവിടെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമീറ്റും ഉണ്ടാകും, സ്മോൾ ടി ഉള്ള ഗ്യാമീറ്റും ഉണ്ടാകും. എന്നാലും പകുതി മതി, രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റത്തില്ല. പകുതി മതി, ഇവിടുത്തെ പകുതിയും ഇവിടുത്തെ പകുതി. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കിയാലോ, ഫ്യൂസ് ചെയ്യിപ്പിക്കാം നമുക്ക്. അപ്പം വരയ്ക്കുമ്പോൾ തെറ്റാതെ വരയ്ക്കുക. ഈ ഒരു ക്യാപിറ്റൽ ടിയിൽ നിങ്ങളങ്ങ് കൈ തൊടുക, എന്നിട്ട് ഇതുമായിട്ടും അതിനെ ഫ്യൂസ് ചെയ്യണം, ഇതുമായിട്ടും ഫ്യൂസ് ചെയ്യണം. ഒന്ന് വരയ്ക്കട്ടെ. അപ്പോൾ നോക്കിക്കേ, ഈ ക്യാപിറ്റൽ ടിയും കൂടെ നമ്മൾ ഫ്യൂസ് ചെയ്തു. ഫ്യൂസ് ചെയ്തപ്പോൾ എന്താ കിട്ടുന്നേ? ക്യാപിറ്റൽ ടി. കൈ അവിടെ നിന്ന് എടുക്കരുത്. ഈ ക്യാപിറ്റൽ ടിയും ഈ സ്മോൾ ടിയും കൂടെ ഫ്യൂസ് ചെയ്തു. കിട്ടുന്നത് എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. കഴിഞ്ഞു. ഇനി അടുത്ത സ്മോൾ ടിയെ പിടിക്കുക. ഈ സ്മോൾ ടിയും ഈ ക്യാപിറ്റൽ ടിയും കൂടെ ഫ്യൂസ് ചെയ്യുക, ക്യാപിറ്റൽ ടി സ്മോൾ ടി. വീണ്ടും ഈ സ്മോൾ ടിയും ഈ സ്മോൾ ടി കൂടെ ഫ്യൂസ് ചെയ്യുക, സ്മോൾ ടി. അങ്ങനെ നമുക്ക് F2 ജനറേഷൻ കിട്ടി, 2ാമത്തെ തലമുറ നമുക്ക് കിട്ടി. ഇതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കണ്ടേ? ക്യാപിറ്റൽ ടി വന്നാൽ ക്യാരക്ടർ നമുക്ക് നേരത്തെ അറിയാം, അതാരായിരിക്കും? അതൊരു ടോൾ പ്ലാന്റ് ആയിരിക്കും. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ അതും ടോൾ ആയിരിക്കും. കാരണം ക്യാപിറ്റൽ ടി ഉള്ളിടത്തോളം കാലം എക്സ്പ്രസ് ചെയ്യുന്ന ആര് തന്നെയാണ്? ക്യാപിറ്റൽ ടി മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതും ടോളാണ്. ഇവിടെയോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോളാണ്. പക്ഷേ സ്മോൾ ടി ഇതാ കിടക്കുന്നു, നമ്മൾ തിരക്കി വന്ന ആൾ ഇതാ കിടക്കുന്നു. 2 സ്മോൾ ടി വന്നെങ്കിൽ മാത്രമേ അവിടെ ഏത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ? ഡാർഫ്നെസ് എന്ന് പറയുന്ന, ഉയരക്കുറവെന്നൊക്കെ പറയുന്ന ക്യാരക്ടർ ഇവിടെ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. ഇതായിരുന്നു മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ടോൾ പ്ലാന്റ് എത്രണ്ണം നമുക്ക് കിട്ടി? 3 പ്ലാന്റ്. 1, 2, 3 ടോൾ പ്ലാന്റും കിട്ടി. ഡോർഫ് എത്ര എണ്ണമാണ് കിട്ടിയത്? 1 ആണ് കിട്ടിയത്.
അപ്പോൾ ഇവിടുത്തെ മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം 3:1 എന്ന് എഴുതാം. 3:1 എന്ന് എഴുതാം. എന്താണ് ഫീനോട്ടിപ്പിക് റേഷ്യോ? ഇത് നോക്ക്, എത്ര ടാളുണ്ട്? 3 ടോൾ. എത്ര ഡോർഫ് ഉണ്ട്? 1 ഡോർഫ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് 3:1. അപ്പോൾ ഇതിന് ജീനോടൈപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ. ജീനോടൈപ്പിക് റേഷ്യോ എഴുതുമ്പോൾ വേറെ വ്യത്യാസം വരും. ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളുടെ ടെക്സ്റ്റിലില്ല. ക്യാപിറ്റൽ ടി ഒരെണ്ണമുണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ളത് 2 എണ്ണമാണ്, സ്മോൾ ടി ഉള്ളത് ഒരെണ്ണമാണ്. അപ്പോൾ അതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതണം? 1:2:1 എന്ന് നമുക്ക് എഴുതേണ്ടി വരും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തില്ല, ഇത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകൾ പഠിക്കാം. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 3:1 ആണ്. കാരണം ഇവിടെ 3 ടോൾ പ്ലാന്റുകളും കിട്ടി, 1 ഡാർഫ് പ്ലാന്റും കിട്ടി. ഇതായിരുന്നു മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് വരച്ച് പഠിക്കുക. നോക്കുമ്പോൾ ഇത് അറിയാൻ മനസ്സിലായി എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എഴുതുമ്പോഴും ഗ്യാമീറ്റുകളെ വട്ടവിട്ട് എഴുതുമ്പോഴും ഒക്കെ നിങ്ങൾക്കൊരു സംശയമൊന്നും ഉണ്ടാവരുത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് തന്നെ നോക്കുക. ഇനി നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ കൂടെ ഒന്ന് നോക്കാം. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഒരു 4 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദി പേരൻ്റൽ പ്ലാന്റ്. പേരൻ്റൽ പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ് എന്താണ്, ജീനോടൈപ്പ് എന്താണ്? അപ്പോൾ നമുക്ക് ക്രോസ് ഒന്ന് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഏതാണ് ഫീനോടൈപ്പ്? ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാരക്ടറാണ് ഫീനോടൈപ്പ്. അപ്പോൾ പേരൻ്റൽ പ്ലാന്റ് ഇതല്ലേ? പേരൻ്റൽ പ്ലാന്റിൻ്റെ ഫീനോടൈപ്പ് ഏതാണ്? ടോള്, ഡാർഫ്. ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനും ഫീനോടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അതിൻ്റെ ക്യാരക്ടറുമാണ്. ശരി. രണ്ടാമത്തേത് ഫീനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. നോക്കാം, നമുക്ക് ക്രോസിലോട്ട് നോക്കിയാലോ. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. ഈ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിലെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ടോളാണ്, ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അടുത്തത് ജീനോടൈപ്പ് ഓഫ് ദി ടോൾ പേരൻ്റൽ പ്ലാന്റ് ആൻഡ് ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. അതായത് പേരൻ്റൽ പ്ലാന്റിൽ ഒരെണ്ണം നമ്മൾ ടോളല്ലേ എടുത്തത്, അതിൻ്റെ ജീനോടൈപ്പും ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിൽ നമുക്ക് കിട്ടിയ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് നമുക്ക് നോക്കാം. മുകളിൽ നോക്കിയേ, ഈ ടോളിൻ്റെ ജീനോടൈപ്പ് ഇവിടെ എന്തായിരുന്നു? ക്യാപിറ്റൽ ടി. പക്ഷെ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ജനറേഷൻ ടാൾ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് ഹോമോസൈഗസ് ആണ്, പക്ഷേ ഇത് വ്യത്യസ്തമാണ്, ഇത് ഹെറ്ററോസൈഗസ് ആണ്. അടുത്ത റേഷ്യോ ഓഫ് ദി ട്രേറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. രണ്ടാമത്തെ ജനറേഷൻ നമുക്ക് റേഷ്യോ കിട്ടി എങ്ങനെയായിരുന്നു അല്ലേ? ഏതാണ്? 3 ടാൾ പ്ലാന്റുകളും 1 ഡോർഫും അല്ലേ കിട്ടിയേ? അപ്പോൾ റേഷ്യോ എന്താണ്? 3:1 ആണ്. മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ സെക്കൻഡ് ജനറേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. അപ്പോൾ ഇനി പേജ് നമ്പർ 25 മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്നും മെൻഡൽ എത്തിച്ചേർന്ന കുറച്ച് നിഗമനങ്ങളുണ്ട്. മെൻഡൽസ് പോസ്റ്റ്ലേറ്റ്സ്, അതായത് മെൻഡലിൻ്റെ അനുമാനങ്ങൾ. ഒന്ന് നോക്കാം നമുക്ക്. എ ട്രെയ്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. നേരത്തെ നമ്മൾ കണ്ടതാണ്, ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഫാക്ടേഴ്സ്, 2 ഘടകങ്ങൾ ചേർന്നിട്ടാണ്. വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഹൈബ്രിഡൈസേഷൻ, only one of the contrasting trait is expressed in the offsprings of first generation and the other remains hidden. അതായത് ഒരു ജോഡി കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റിനെ അല്ലെങ്കിൽ വിപരീത ഗുണങ്ങളെ ഹൈബ്രിഡൈസേഷന് വിധേയമാക്കുമ്പോൾ only one of the trait is expressed, അതിൽ ഏതെങ്കിലും ഒരു സ്വഭാവം മാത്രമായിരിക്കും ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ദ അതർ റിമെയിൻസ് ഹിഡൻ, മറ്റേതെന്ത് ചെയ്യും? പ്രകടമാകാതെ അവിടെ മറഞ്ഞിരിക്കുകയും ചെയ്യും. The trait that appears in the first generation is called a dominant trait and the hidden trait is called a recessive trait. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ 1ാം തലമുറയിൽ പ്രകടമായി കാണിക്കുന്ന സ്വഭാവത്തെ ഡോമിനന്റ് ട്രേറ്റ് അഥവാ പ്രകട ഗുണമെന്നും ആൻഡ് ദ ഹിഡൻ ട്രേറ്റ് ഈസ് കോൾഡ് റെസസീവ് ട്രേറ്റ്, മറഞ്ഞിരിക്കുന്ന ഗുണമുണ്ടല്ലോ അതിനെ വിളിക്കുന്ന പേര് റെസസീവ് ട്രേറ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണമെന്നും വിളിക്കും. The trait hidden in the first generation reappears in the second generation. 1ാം തലമുറയിൽ ഒളിഞ്ഞിരുന്ന റെസസീവ് ട്രേറ്റ് സെക്കൻഡ് ജനറേഷൻ 2ാം തലമുറയിൽ വീണ്ടും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. When gametes are formed, the factors that determines traits get separated without mixing. ഗാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ട്രെയ്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ് ഘടകങ്ങൾ മിക്സ് ചെയ്യാതെ കൂടിക്കലരാതെ വേർപിരിയുന്നു. നമ്മളത് കണ്ടതല്ലേ, നമ്മൾ ഈ ഒരു പേജിൽ നമ്മൾ കണ്ടതല്ലേ. ഇവിടെ കണ്ടോ,
ഇവിടെ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ ടി ഒന്നിച്ചല്ല നിന്നേ, അവർ സെപ്പറേറ്റ് ചെയ്ത് വന്നു. അതുപോലെ തന്നെ ഇവിടെ സ്മാൾ ടി ഒന്നിച്ചല്ല നിന്നേ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ക്യാപിറ്റൽ ടി ഒന്നിച്ച് നിന്നിടത്ത് ഇവിടെ വന്ന് ഗ്യാമീറ്റ് ഫോം ചെയ്തപ്പോൾ അവർ സെപ്പറേറ്റ് ചെയ്തില്ലേ? ക്യാപിറ്റൽ ടി ഒരു ഗ്യാമീറ്റിലേക്ക് പോയി, സ്മാൾ ടി മറ്റൊരു ഗ്യാമീറ്റിലേക്ക് ഫോം ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പോകത്തോളം നിർബന്ധമില്ല, ഇവർ മിക്സ് ചെയ്യാതെ ഇവർ സെപ്പറേറ്റ് ചെയ്ത് മാറിപ്പോകുന്നു. അടുത്ത നാലാമത്തേത്, the ratio of dominant to recessive trait in the offsprings of the second generation is 3:1. അവിടെ നമ്മൾ കണ്ടതാണ്, സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് റേഷ്യോ എത്ര കിട്ടി? 3:1 എന്ന് കിട്ടിയല്ലേ? 3 ടോൾ പ്ലാന്റും 1 ഡോർഫ് പ്ലാന്റുമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 2 ഇൻഡിക്കേറ്ററോട് ആകുമ്പോഴത്തേക്കും, 2 ചോദ്യത്തിനോട് ആൻസർ പറയുമ്പോഴത്തേക്കും നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇവിടെ കഴിയും. അത് നോക്കിയാലോ. വൈ വാസ് എ പ്ലാന്റ് വിത്ത് ഇന്റർമീഡിയറ്റ് ഹൈറ്റ് നോട്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ടോൾ ആൻഡ് ഡാർഫ്. അതായത് ടോൾ പ്ലാന്റും ഡാർഫ് പ്ലാന്റിൻ്റെയും കോമ്പിനേഷനിൽ F1 ജനറേഷനിൽ ഉണ്ടായ ചെടിയിൽ എന്തുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ഹൈറ്റ് കണ്ടില്ല? അപ്പം നമുക്ക് ആ ഒരു ക്രോസിലോട്ട് ഒന്നുകൂടെ നോക്കിക്കേ. ഇതിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇവിടെ ടോൾ പ്ലാന്റിനെയും ഡോർഫ് പ്ലാന്റിനെയും കൂടെ ക്രോസ് പോളിനേഷൻ നടത്തി ഉണ്ടായ ചെടിക്ക് എന്തുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ കിട്ടിയില്ല? ഇപ്പം നമുക്ക് ആൻസർ അറിയാം. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. ഇയാൾ റെസസീവ് ആയിട്ട് അവിടെ സപ്രസ് ചെയ്ത് കിടക്കത്തതേ ഉള്ളൂ. അപ്പം നമുക്ക് ആൻസർ എന്ത് പറയാം? ക്യാപിറ്റൽ ടി ഈസ് ഡോമിനൻറ്റ് ആൻഡ് സ്മോൾ ടി ഈസ് റെസസീവ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി മാസ്ക് ദ എക്സ്പ്രഷൻ ഓഫ് സ്മോൾ ടി. ശരിയല്ലേ? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് ആരെ സപ്രസ് ചെയ്ത് കളയും? സ്മോൾ ടിയെ സപ്രസ് ചെയ്ത് കളയും. അപ്പോൾ അത് കാരണം ആര് മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ? ക്യാപിറ്റൽ ടി മാത്രമേ എക്സ്പ്രസ് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, hasn't the character that is not expressed in the first generation appeared in the second generation? How would that be? അതായത് ഒന്നാം തലമുറയിൽ എക്സ്പ്രസ് ചെയ്യാതിരുന്ന ഗുണങ്ങൾ എങ്ങനെയാണ് രണ്ടാമത്തെ തലമുറയിൽ നമ്മൾ കണ്ടത്? അതായത് സെൽഫ് പോളിനേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു ഡാർഫ് പ്ലാന്റ് കിട്ടിയില്ലായിരുന്നോ? അത് ഒന്നാമത്തെ തലമുറയിൽ കാണിച്ചില്ലല്ലോ. എന്തുകൊണ്ട്? എന്നിട്ട് അത് വീണ്ടും രണ്ടാം തലമുറയിൽ കാണിച്ചത് എന്തുകൊണ്ടാണ്? നമുക്ക് ആൻസർ ഇങ്ങനെ പറയാം. നമ്മളിവിടെ പറഞ്ഞായിരുന്നു, when gametes are formed, the factors that determine traits are separated without mixing. അതായത് ലിംഗകോശങ്ങൾ, ഗ്യാമീറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ F2 ജനറേഷൻ ദ റെസസീവ് അലീൽ ക്യാൻ പെയർ വിത്ത് അനദർ റെസസീവ് അലീൽ ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ്. അതായത് F2 ജനറേഷനിൽ ഒരു സ്മോൾ ടീക്ക് മറ്റൊരു സ്മോൾ ടീയുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടുകയും അവരെന്ത് ചെയ്യും? സ്മോൾ ടി അവർ എക്സ്പ്രസ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആൻസർ ഇങ്ങനെ എഴുതിയാൽ മതി, വെൻ ഗ്യാമീറ്റ്സ് ആർ ഫോംഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ട്രേറ്റ്സ് ഗെറ്റ് സെപ്പറേറ്റഡ് വിത്തൗട്ട് മിക്സിംഗ്. ഗ്യാമീറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ക്യാരക്ടേഴ്സിനെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? പരസ്പരം കൂടിക്കലരാതെ, മിക്സ് ചെയ്യാതെ അവർ സെപ്പറേറ്റ് ചെയ്തു പോകുന്നു. അന്നേരം F2 ജനറേഷനിൽ ഒരു സ്മോൾ ടി റെസസീവ് അലീലിന് മറ്റൊരു റെസസീവ് അലീലുമായിട്ട് പെയർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അവർ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒന്നാം തലമുറയിൽ കാണാതിരുന്ന സ്വഭാവം രണ്ടാം തലമുറയിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ടത്. ഇത്രയാണ് മോണോ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോകണം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ.